സംസ്ഥാനത്തെ പൊതു ഇടങ്ങൾ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കുമെന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി. തിരുവനന്തപുരം ആലംകോട് സ്വദേശിനിയുടെ നിവേദനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പൊതു ഇടങ്ങൾ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കുകയെന്നത് സർക്കാരിന്റെ നയമാണെന്നും മുഖ്യമന്ത്രി. നവകേരള സദസ്സിന്റെ ഭാഗമായി ആറ്റിങ്ങലിൽ നടന്ന പ്രഭാതയോഗ വേദിയിലാണ് ഹിമ എത്തിയത്. സ്പൈനൽ മസ്കുലാർ അട്രോഫി പിടിപെട്ട ഹിമ 16 വർഷത്തിലധികമായി വീൽചെയറിലാണ്. പ്രതിസന്ധികളിൽ അത്രയും തളരാതെ മുന്നോട്ടു പോയി. നവകേരള സദസ്സിന്റെ ഭാഗമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടന്ന വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രിയെ കാത്തുനിന്ന ഹിമ തന്റെ ആവശ്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഭിന്നശേഷി സൗഹൃദമായി സംസ്ഥാനത്തെ കെട്ടിടങ്ങൾ മാറ്റണമെന്നതായിരുന്നു ഹിമയുടെ ആവശ്യം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മറ്റ് മന്ത്രിമാരും ഹിമയുടെ അടുത്തെത്തി. നിലവിലുള്ള കെട്ടിടങ്ങളാണ് പൊതുജനം അധികമായി ഉപയോഗിക്കുന്നത്. അതൊരു രീതിയിലും നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് ബാരിയർ ഫ്രീ ആയിട്ടുള്ള പുതിയ സംവിധാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ലിഫ്റ്റ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നടപടി വേഗത്തിലെടുത്ത് പോവുകയും ചെയ്യും. കണ്ണൂരിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് എല്ലാം അവിടെ ആയി. ഇനി താഴെയുള്ള ഓഫീസുകളിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഉറപ്പായിട്ടും വന്നതിന് പ്രത്യേകം നന്ദി. മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും താൻ ഉന്നയിച്ച കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഹിമ പ്രതികരിച്ചു. ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് നേരിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തല്ല ഞാൻ സംസാരിച്ചത്. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നാണ് സംസാരിച്ചത്. അതിൽ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. എൻ്റെ വ്യക്തിഗതമായ കാര്യമല്ല എനിക്ക് പറയേണ്ടിയിരുന്നത്. ഒട്ടും തന്നെ ആക്സസിബിൾ അല്ല എന്നതാണ് സങ്കടകരമായൊരു കാര്യം. അത് തന്നെയാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രിയോട് പറഞ്ഞോ? അതെ, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കുന്നുണ്ട്, പരിഹരിച്ചു വരികയാണ് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.